Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 25 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ തേക്കേണ്ട ദിവസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ ആയി. ഡീപ്പ് ഹെയർ ഓയിലിംഗ് നമ്മൾ ഈ ആഴ്ച അധികം ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഇപ്രാവശ്യം നാച്ചുറൽ ഷാമ്പു അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മുടിയിൽ നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ഓയിലാണെങ്കിലും അത് എടുക്കാം കേട്ടോ. ഞാൻ നമ്മുടെ ചലഞ്ചിൽ ഇന്ന നിർബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഈ ഓയിൽ തന്നെ ഉപയോഗിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് എടുത്താൽ മതി. ഇനി കാച്ചിയ എണ്ണ തന്നെ കാച്ചിയ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇതിനകത്തേക്ക് കാസ്റ്റർ ഓയിൽ ചേർക്കുന്നില്ല, വൈറ്റമിൻ ഇ ചേർക്കുന്നില്ല, പിന്നെ ഹോട്ട് ഓയിലും ചെയ്യുന്നില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് എണ്ണ തേക്കാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കാസ്റ്റർ ഓയിൽ ചേർക്കാം, വൈറ്റമിൻ ഇ ചേർക്കാം, ചൂടാക്കിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ ഓയിൽ തേക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് മേലെ കൂടെ ഒന്ന് ഓയിൽ തേച്ചിട്ട് നാച്ചുറൽ ഷാമ്പു ആയിരുന്നു കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ നന്നായിട്ട് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ വരൾച്ചയും മാറും, പിന്നെ സ്കാൽപ്പിൻ്റെ വരൾച്ച മാറാനും മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുടി കഴുകുന്നത്. പിന്നെ കണ്ടീഷണർ നമുക്കിന്ന് നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ. നിർബന്ധമില്ല, പക്ഷെ നമ്മളിന്ന് വീഡിയോയിൽ നാച്ചുറൽ കണ്ടീഷണർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുടിയുടെ ആ ഒരു ഡ്രൈനെസ്സും ഉണ്ടാവില്ല. അത് മാത്രമല്ല പിന്നെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് ഒരു ഷൈനിങ് തരാനും മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം നമുക്കിന്ന് നാച്ചുറൽ കണ്ടീഷണറൊക്കെ തയ്യാറാക്കി മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകാം കേട്ടോ. അപ്പം നമ്മുടെ ചലഞ്ച് ഇപ്പോൾ തീരാറായി, 25 ഇനിയിപ്പോൾ നമുക്ക് 2 പാക്കും കൂടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ റിസൾട്ട് കിട്ടിയവരുണ്ട്, മുടി കൊഴിച്ചിലൊക്കെ മാറി മുടിയൊക്കെ നന്നായി വളർന്നു എന്ന് പറയുന്നവരുണ്ട്, മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, പകുതിക്ക് വെച്ചിട്ട് പിന്നെ നമ്മുടെ ചലഞ്ച് ബ്രേക്ക് ആയി പോയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും ചലഞ്ച് കഴിഞ്ഞിട്ട് ഒരു റുട്ടീൻ സെറ്റ് ചെയ്യും. നമ്മൾ ഈ ചലഞ്ചിലെ പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റിസൾട്ട് തരുന്ന പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തായാലും ഒരു റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യും. സ്കാൽപ്പ് തേച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ തേക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേക്കണം, എന്നാലേ സ്പ്ലിറ്റൻസ് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുടി പൊട്ടിപ്പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുടി ഒന്നിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്പ്ലിറ്റൻസിനെ കുറിച്ചാണ്, സ്പ്ലിറ്റൻസ് അല്ല, പിന്നെ നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്ത് തരുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെയാണെങ്കിൽ റുട്ടീൻ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ റുട്ടീനൊക്കെ ഒരു മാസമൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓയിൽ തേക്കുമ്പോൾ ഇതേപോലെ സെക്ഷനായിട്ട് എടുത്തിട്ട് മുടിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തേക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഓരോ ദിവസം കൂടുന്തോറും വരുന്നുണ്ട് കേട്ടോ. അപ്പം അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഇതൊക്കെ പറഞ്ഞ് കേട്ട് മടുത്താണെങ്കിൽ നിങ്ങൾ ഈ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓയിലൊക്കെ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ച് കാണുമ്പോൾ എൻ്റെ നെറ്റി അത്യാവശ്യം കയറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു നല്ല ഞാൻ എല്ലാ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ 1-2 കമൻറ്റ് ഇത് വരലുണ്ട് കേട്ടോ. ഇത്രയും ഹെയർ കെയർ ചെയ്തിട്ട് നിങ്ങളുടെ നെറ്റി എന്താ കയറി ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് കയറിയ നെറ്റിയാണെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല. നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് അവിടെ മുടി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെത് ഇത് പാരമ്പര്യമായിട്ട് കയറിയ നെറ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ നെറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓയിലൊക്കെ മുടിയിൽ പിടിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ കണ്ടീഷണർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ നമ്മളിത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം പേർക്കൊക്കെ അറിയാം നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് അലോവേറയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിന് നമുക്ക് 1 സ്പൂൺ അളവിലൊക്കെ നമുക്ക് അലോവേറ മതി. ഞാൻ പാത്രം എടുക്കട്ടെ.
ഒറ്റ യൂസിന് നമുക്ക് 1 സ്പൂൺ അളവിലൊക്കെ അലോവേര മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഹെയറിലേക്കുള്ള നമ്മൾ മുടിയിലേക്കൊക്കെ അലോവേര എടുക്കുന്ന സമയത്ത് അത് മുടിയിലേക്കുള്ള അലോവേര തന്നെ വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കിന്നിലേക്കുള്ള അലോവേര നിങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ ഞാനിതാ 1 സ്പൂൺ അളവിൽ, എൻ്റെ മുടിക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട്, നിങ്ങൾ ഒരുപാട് ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് അലോവേര എടുക്കണം. ഞാനിതാ 1 സ്പൂൺ അളവിൽ അലോവേര ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. കളർലെസ് ആയിട്ടുള്ള അലോവേര ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അതും ഏറ്റവും നല്ലതാണ്. അത് 1 ലീഫ് അലോവേരയൊക്കെ എടുത്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഞാനിതാ അലോവേര എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ. ഞാനിതാ ഇവിടെ 1 ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെയോ ഇതിന് ഇതിട്ട് ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ 1 വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കുക. വൈറ്റമിൻ ഇ ഏറ്റവും നല്ലതാണ് കേട്ടോ, നമ്മുടെ ഹെയറിന്, നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നന്നായിട്ട് ഇത് സഹായിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പിന്നെ ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒരു 3-4 ഡ്രോപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വൈറ്റമിൻ ഇ അലോവേരയും നന്നായിട്ട് യോജിക്കുന്ന ആ സമയം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് കളറിൽ കിട്ടും കേട്ടോ അലോവേര ജെല്ല്. നമ്മളിപ്പോൾ വൈറ്റമിൻ ഇ എല്ലാം ഉപയോഗിക്കുന്ന ഓയിലാണെങ്കിലും ഈ ഒരു കളറിലാണ് കിട്ടുക. അപ്പോൾ വെറും ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ നമ്മൾ തയ്യാറാക്കുന്നത്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, നിങ്ങൾക്ക് ഫ്രഷ് അലോവേര ഉപയോഗിക്കാം. ഫ്രഷ് അലോവേര ഇല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കുന്ന അലോവേര ജെല്ല് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഫ്രഷ് അലോവേര ആണെങ്കിലും 1 ലീഫൊക്കെ എടുത്തിട്ട് അതിൻ്റെ ജെല്ല് എടുത്തിട്ട് അതിനകത്തേക്ക് 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം പോയിട്ട് മുടി കഴുകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മുടി കഴുകുന്നത് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തതല്ലേ, അപ്പോൾ ആ ഓയിൽ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കണം. അപ്പോൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത്. 1/2 കപ്പ് വെള്ളം എടുക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള ഷാമ്പു എടുക്കുക, അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഷാമ്പു നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷാമ്പു നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് നല്ല രീതിയിൽ മസാജ് ഒക്കെ ചെയ്ത് ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് കളയുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. അങ്ങനെ നമ്മൾ മുടി നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് മുടി പിഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കെമിക്കൽ കണ്ടീഷണറാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാച്ചുറൽ കണ്ടീഷണറാണെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നാച്ചുറൽ കണ്ടീഷണറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുടിയിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കാം, സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കും. കെമിക്കൽ കണ്ടീഷണറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല, മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം വെക്കണം എന്നൊന്നുമില്ല, അപ്പോൾ തന്നെ കഴുകാൻ, നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. കണ്ടീഷണർ നന്നായിട്ട് മുടിയിലെ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അത് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചലഞ്ചിലെ 25ാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഓയിൽ തേച്ചു, ഷാമ്പു ഉപയോഗിച്ച് കഴുകി, നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിച്ചു, അത്ര മാത്രമേ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഓയിൽ മസാജ് ഒക്കെ ചെയ്താൽ, അപ്പോൾ ഇനിയിപ്പോൾ മസാജ് ചെയ്യാനൊന്നും നിൽക്കണ്ട. മുടി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഹെയർ സെറം തേച്ചിട്ട് മുടിയൊക്കെ ചീകി കെട്ടി കളഞ്ഞിട്ട് കെട്ടി വെക്കുക, അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ 26ാമത്തെ ദിവസം ഇപ്പോൾ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യാം. പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത്, മുടിയെ ഫ്രീ ആയിട്ട് വിടുക. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മുടി കഴുകുന്നതെങ്കിൽ അങ്ങനെ കഴുകിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.